കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിത കർമ്മസേന മാതൃകയെന്ന് മന്ത്രി GR അനിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വലിയ മുന്നേറ്റമുണ്ടാക്കിയതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനും പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ ഹരിത കർമ്മസേനയുടെ മാതൃകാപരമായ പ്രവർത്തനം സഹായിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊട്ടപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൻ്റെ സംവിധാനങ്ങൾ കാണാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യ ശേഖരണത്തിനും അതിൻ്റെ സംസ്കരണത്തിനും വിശേഷിച്ചും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം, മാതൃകയാർന്ന പ്രവർത്തനം ഇന്നിപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമായതിനു പുറമെ കഴിഞ്ഞ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. സർക്കാരിന്റെ സഹായത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. സ്കൂളുകൾ, ബഹുനില കെട്ടിടങ്ങൾ എന്നിവയുടെയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനങ്ങൾ നടന്നു വരികയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റോഡുകൾ യാഥാർത്ഥ്യമായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിരവധിയായിട്ടുള്ള വികസനം ഇവിടെ MLA സൂചിപ്പിച്ചല്ലോ. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി എത്രയോ വിദ്യാലയങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. റോഡുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഞാനിന്ന് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗത്തൂടെയും നിരന്തര യാത്ര ചെയ്ത ഒരാളാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റോഡുകൾ, ഇന്ന് കേരളം കാണുന്ന ഈ മനോഹരമായ റോഡുകളെല്ലാം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഒരിടവേള.